ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ശിവരാമൻ ബ്രോക്കറോട് പറയുന്നുണ്ട്, ഇനി ഞങ്ങൾക്ക് ഒരു മോള് മാത്രമേ ഉള്ളൂ, അത് ആര്യമോളാണ്. അവളുടെ വിവാഹം നടത്തണം, അതാണ് എന്റെയും ശ്യാമളയുടെയും ആഗ്രഹം. താൻ ഒരു കാര്യം ചെയ്യും, അവൾക്ക് പറ്റിയ നല്ലൊരു ആലോചന ഉണ്ടെന്നോ താനൊന്ന് നോക്ക്. പിന്നെ ഇപ്പൊ വന്ന ഈ ആലോചനയിൽ മതി. താൻ ആ പയ്യന്റെ വീട്ടിൽ ഒന്ന് പോയി സംസാരിക്കുക. അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ വിവാഹം തന്നെ നടത്താം. താനൊന്ന് ഒന്ന് സംസാരിച്ചിട്ടോ ഒന്ന് പറഞ്ഞാൽ മതി. ഓ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രോക്കർ അവിടെ നിന്ന് പോവാട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ആര്യക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് കാണിക്കണത് നമ്മുടെ അമ്പാടിനെയും അർജുനെയാണ്. അവര് പുറത്തൊരു സ്ഥലത്ത് വെച്ച് കണ്ടിരിക്കാട്ടോ. അമ്പാടിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് അമ്പാടി. ശേഷം അർജുന്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ എനിക്കിത് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ എന്താ തോന്നണെന്നറിയാവോ? ഒരു പഴഞ്ചൊല്ലാണ്, അത്തിപ്പഴം കായ്ച്ചപ്പോ കാക്കക്ക് വായ്പുണ്ട് എന്ന് നീ കേട്ടിട്ടില്ലേ? അതുപോലെ എല്ലാം ഓക്കെ ആയപ്പോഴേക്കും ദേ നിനക്ക് ഈ ഒരു അവസ്ഥയായി എന്ന് പറയുമ്പോഴേക്കും, എടാ ഞാൻ നിന്നോട് കളിയാക്കാനല്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പോംവഴി പറഞ്ഞതാടാ. എടാ ഇതിൽ എന്ത് പോംവഴി പറഞ്ഞു തരാനായിട്ടാണ്? അഡ്വക്കേറ്റ് അഞ്ജലിയുടെ മനസ്സിൽ വീണിരിക്കുന്നത് കറയാ. അത് ചെറിയ കറയല്ല, വലിയ കറ. വിശ്വാസവഞ്ചനയാണ് നീ അവളോട് ചെയ്തത് എന്നുള്ളൊരു മനസ്സിലൊരു തോന്നൽ അവൾക്കിപ്പോ നന്നായിട്ടുണ്ട്. ഓ എന്തായാലും എന്റെ കാര്യവും പോക്ക. ഇനി കുറച്ചു നാളത്തേക്ക് അഞ്ജലിയുടെ മുമ്പിലേക്ക് പോവാതിരിക്കണതാ എനിക്ക് നല്ലത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, നിന്റെ എല്ലാ ഉടായ്പിനും ഞാനും കൂട്ടുണ്ടാവുന്ന അവൾക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് എന്നെ എങ്ങാനും കാണുവാണെങ്കിലേ അവള് ചിലപ്പോഴേ അവള് കരാട്ടേക്കല്ലേടാ, ചിലപ്പോ അടിവയറ്റിലേക്ക് ഇട്ട് ഒരു ഒറ്റ അടി വെച്ച് തന്നാലേ ഞാൻ മർമ്മം തെറ്റി അവിടെ കിടക്കേ ഉള്ളൂ. അതുകൊണ്ട് അവളുടെ അടുത്തേക്ക് കുറച്ചു നാളത്തേക്ക് പോവാതിരിക്കണ നല്ലത് എന്ന് പറയാണ്. എടാ നീ എന്തേ പറഞ്ഞു വരുന്നത്? എടാ ഞാനേ ആലോചിക്കുന്നത് വേറൊന്നുമല്ല, ഇതിന്റെ ഇടയിൽ പെട്ട ആ പത്മപ്പെണ്ണിന്റെ കാര്യമാണ്. പാവം പത്മപ്പെണ്ണ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടേക്കും പോകാൻ പറ്റണില്ല, ഇവിടേക്കും പോകാൻ പറ്റാത്ത അവസ്ഥ. പത്മപ്പെണ്ണ് കേസ് കൊണ്ടുപോയി തന്നെ നമ്മുടെ അഞ്ജലി വക്കീലിനെ വിശ്വസിച്ചാണ്. ഇപ്പൊ ദേ കേസ് വാദിക്കാൻ വന്ന വക്കീലും കേസ് എതിർക്കാൻ വന്ന വക്കീലും ഒരു കൊടക്കീഴിലായി പോയി. ഓ അവളുടെ അവസ്ഥ എന്താന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊന്നും കുഴപ്പമുണ്ടാവില്ലടാ. അഞ്ജലി നല്ല സൂപ്പറായിട്ട് തന്നെ പത്മയുടെ കേസ് വാദിക്കും. അതിലൊരു വിട്ടുവീഴ്ചയും അഞ്ജലി ചെയ്യത്തില്ല. അല്ല നിന്റെ പ്ലാൻ എന്താ? നീ എന്താ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ, പോണോടാ. എനിക്കറിയാം, നിനക്ക് ഇന്ന് വീട്ടിൽ പോകാനാട്ടെ ഭയങ്കര ധൃതി ആയിരിക്കുമല്ലോ. അതെന്താ? ഇന്ന് നിന്റെ ആദ്യ രാത്രി അല്ലേ? ഓ പിന്നെ ആദ്യ രാത്രി, ഇന്നെന്റെ അവസാന രാത്രി ആവുമെന്ന് ഓർത്തിട്ട് ടെൻഷനില്ല ഞാനിരിക്കണത്. എടാ ഇങ്ങനെ ഇരുന്നിട്ട് ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? നിന്റെ അച്ഛനുണ്ടല്ലോ, അയാളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അയാള് ഭയങ്കര സാധനടാ, കാലനെ കഞ്ഞി വെച്ച സാധനമാ നിന്റെ അച്ഛൻ. എടാ നീ എന്റെ അച്ഛനെ കുറ്റം പറഞ്ഞിരിക്കാതെ എന്തിലൊക്കെ ഒരു പോംവഴി പറ. ഇതിനൊരു പോംവഴിയും ഞാൻ കാണുന്നില്ല മോനെ എന്ന് പറയാണ്. നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് വിട്ടോ, അതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അർജുൻ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കണത് ശ്യാമളനെയാണ് കേട്ടോ. ശ്യാമളക്ക് രാത്രി ഉറക്കമൊന്നും വരുന്നില്ല. അഞ്ജലിക്ക് എന്തോ അപകടം സംഭവിക്കുന്നൊരു തോന്നല് ശ്യാമളക്ക് വരുവാണ്. ശ്യാമള നേരെ കാവിലെ പോവാണ്. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി. എന്റെ ദൈവങ്ങളെ, അഞ്ജലി മോള് പെട്ടിരിക്കുന്നത് അവളുടെ പ്രധാന ശത്രുവിന്റെ വീട്ടിലേക്ക് തന്നെയാണ്. അവളെ കാത്തോളനെ. അവളെ പെട്ടെന്ന് ഇറങ്ങിപ്പോയപ്പോഴേക്കും മനസ്സിന് വല്ലാത്തൊരു വിഷമം പോലെ. അവൾ ആ വീട്ടില് എന്റെ പൊന്നു മോള് ഭക്ഷണം കഴിച്ചോ, ഉണ്ടോ, ഉറങ്ങിയോ ഒന്നും തന്നെ അറിയാൻ പറ്റുന്നില്ലല്ലോ. അവള് ആ വീട്ടിൽ കാത്തോളിനെ എല്ലാ ദുശകനത്തിൽ നിന്നും എല്ലാ ശത്രുക്കളിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തിക്കൊള്ളണേ ദൈവങ്ങളെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്യാമള. അത് കണ്ടുകൊണ്ട് നമ്മുടെ ശിവരാമൻ അവിടേക്ക് വരുന്നുണ്ട്. എന്റെ ശ്യാമളെ, നീ എന്താ ഈ രാത്രി ദൈവങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു സമയമാകുമ്പോഴേ ദൈവങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയമാവും, അത് നീ ആലോചിക്കണം. അല്ല നീ എന്താ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ ഈ സമയത്ത്? ഞാൻ അഞ്ജലി മോളുടെ കാര്യം പറയായിരുന്നു. എന്തൊക്കെ പറഞ്ഞു ശിവരാമേട്ട? അവള് പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ എന്തോ വല്ലാത്തൊരു വിഷമം പോലെ. എന്റെ ശ്യാമളെ, പെൺപിള്ളേർ അങ്ങനെയാണ്. നമുക്കേ അവര് ചെറുകിനടി വെക്കണ പ്രായം കഴിയുമ്പോഴേക്കും അവരെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകും. ഇപ്പൊ നമ്മളായിട്ടൊരു ആലോചന വന്ന് കൊണ്ട് നോക്കിയാലും അവൾ ഈ പ്രായമാകുമ്പോ അവള് കെട്ടിപ്പോകേണ്ടതാണ്. ഇപ്പൊ അവളായിട്ടൊരു ആലോചന കൊണ്ടുവന്നു, അവള് വിവാഹം കഴിച്ചു, അത്രയും വിചാരിച്ച പോരെ. പക്ഷെ വിവാഹം കഴിച്ചു പോയിരിക്കണത് അവിടേക്കല്ലേ, ആ ശംഖുചക്രത്തിലേക്ക്. അതാ എനിക്ക് പേടി. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്റെ മോളെ. മനസ്സ് വേദനിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കൊന്നുമില്ല, അതിനുള്ള ധൈര്യം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശംഖുചക്രത്തിലെ കാര്യം, അവിടെ രാഘവനുണ്ണി അയാളെ കോടതിയില് വരച്ച വരയിൽ നിർത്തിയവളാ എന്റെ മോള്. അതുകൊണ്ട് രാഘവനുണ്ണി എന്ന് പറഞ്ഞ ഒരാള് അവൾക്ക് ഒരാളേ അല്ല. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവാതെ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, പെറ്റ വയറിനല്ലേ ആ വിഷമം അറിയാൻ പറ്റുള്ളൂ. എന്റെ ശ്യാമളെ, പെറ്റ വയറിനെ മാത്രമല്ല അച്ഛനും ഉണ്ടാകും വിഷമവും ആദ്യമല്ല. പക്ഷെ അഞ്ജലി മോൾക്ക് സ്ട്രോങ് ആയിട്ട് എവിടെയും നിൽക്കാൻ അറിയാം. നീ നോക്കിക്കോ,
ഇനി ശംഖുചക്രത്തിലായിരിക്കും കോടതിയും വിചാരണയും കാര്യങ്ങളൊക്കെ നടക്കാൻ പോണത്. അവിടെ എന്റെ മോള് സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇനി കോടതിയും വക്കീലും ജഡ്ജിയൊക്കെ അങ്ങ് ശംഖുചക്രത്തില് എന്നിങ്ങനെ പറയാണ്. നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ നിന്നോട് പറയില്ലേ, ഇനി ആര്യ മോളുടെ വിവാഹക്കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ആര്യയുടെ വിവാഹം കൂടി കഴിഞ്ഞോട്ടെ, ഞാൻ കുറച്ച് പ്ലാൻ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ശിവരാമൻ പറയാണ്. എന്ത് പ്ലാൻ എന്ന് ശ്യാമള ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല ശ്യാമളെ, ആര്യയുടെയും കൂടി വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരു യാത്ര പോകണം, ഒരു തീർത്ഥാടന യാത്ര. ഞാനും നീയും കൂടി പോയിട്ട് കുറെ പുണ്യ സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ച് പ്രാർത്ഥനയോടെ തിരിച്ചു വരണം. അതാണ് എന്റെ പ്ലാൻ. നീ ഇങ്ങോട്ട് വന്ന് ദൈവങ്ങൾ കിടന്ന് ഉറങ്ങട്ടെ ശ്യാമളെ എന്ന് പറഞ്ഞിട്ട് ശ്യാമളനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ശിവരാമൻ വീട്ടിലേക്ക് പോകുവാട്ടോ. പിന്നീട് കാണിക്കുന്നത് അഞ്ജലിനെയാണ്. അഞ്ജലി ആകെ വിഷമിച്ച് ഉറങ്ങാതെ ആ സോഫയിൽ അങ്ങനെ തന്നെ ഇരിക്കാട്ടോ. അഞ്ജലിന്റെ അടുത്തേക്ക് നമ്മുടെ ദീപ്തിയും നിത്യയും കൂടി വരുന്നുണ്ട്. ഹലോ എന്ന് പറയാണ്. എന്ന് പറഞ്ഞിട്ട് അഞ്ജലി പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുമ്പോ, അതെന്താ ചേച്ചി ആകെ വിഷമത്തിലാണല്ലോ? ഒരു വിഷമം വേണ്ട ചേച്ചി, അച്ചുവേട്ടന് നല്ല ചേട്ടനാ. അച്ചുവേട്ടനോ? ഓ, അതും അറിയില്ലല്ലേ? ഞങ്ങളെ ഇവിടെ കസിൻസ് എല്ലാരും കൂടി അർജുൻ ചേട്ടനെ അച്ചുവേട്ടൻ എന്നാ വിളിക്കുന്നത്. അതെ, അച്ചുവേട്ടനെ ചേച്ചിന് ഭയങ്കര ഇഷ്ടമാട്ടോ. ചേച്ചിനെ ആദ്യമായിട്ട് കണ്ടപ്പോ മുതൽ ചേച്ചി ഒരു ഗുണ്ടകളെയൊക്കെ ഫൈറ്റ് ചെയ്ത് വീഴ്ത്തിയില്ലേ അമ്പലത്തിൽ ഉത്സവത്തിന്റെ സമയത്ത്, അന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അച്ചുവേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു. അച്ചുവേട്ടൻ ഭയങ്കര നല്ലതാ, ചേച്ചിനെ പൊന്നു പോലെ സ്നേഹിക്കും, ഞങ്ങൾക്ക് നല്ല ഉറപ്പാ. ദേ, എന്റെ പേരാണ് ദീപ്തി, ഞാൻ അച്ചുവേട്ടന്റെ നേർപ്പെങ്ങളാ. ഇത് നിത്യ, ഇത് നമ്മുടെ ഇന്ദു ചെറിയമ്മയുടെ മോളാണ്. പിന്നെ ഒരാൾ കൂടി ഉണ്ട്, നീരജ, അത് ഗോവിന്ദൻ ഉണ്ണി അങ്കിളുടെയും അതുപോലെ തന്നെ രമ്യ ചെറിയമ്മയുടെ മോള്. ഇപ്പൊ ആളിവിടെ ഇല്ല, പുറത്താണ്. പക്ഷേ ഒരുപാട് കസിൻസ് വേറെയുണ്ട്, എല്ലാവരും വരുന്നുണ്ട് അച്ചുവേട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ട് കാണാനായിട്ട്. പിന്നെ അച്ചുവേട്ടന്റെ വിവാഹം ഗ്രാൻഡ് ആയിട്ട് നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ചേച്ചി വിഷമിക്കണം കേട്ടോ, ഞങ്ങൾക്ക് ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്താം, എല്ലാരും വിളിച്ചുകൂട്ടി ഒരു വിവാഹം ഗ്രാൻഡ് ആയിട്ട് നടത്താം എന്ന് പാർട്ടി കൊടുക്കാം എന്നൊക്കെ പറയാണ് ദീപ്തി. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട്. എല്ലാ പിള്ളേരെ, നിങ്ങൾക്ക് ഉറങ്ങാനായില്ലേ? ഈ കൊച്ചിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ നിങ്ങള്? അയ്യോ മുത്തശ്ശി, ഞങ്ങൾ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വന്നതാ. ഗിഫ്റ്റോ? അതെ, ദേ കണ്ടില്ലേ ഗിഫ്റ്റ്? ആഹാ, കൊള്ളാലോ, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അത് തുറന്നു നോക്കാണ്. അപ്പൊ അഞ്ജലിയും അത് നോക്കുന്നുണ്ട്. അതിലൊരു രൂപമാട്ടോ, ഒരു ആണും പെണ്ണും കുടക്കീഴിൽ നിൽക്കുന്ന ഒരു രൂപം. അത് കാണുമ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞിട്ട്, കൊള്ളാം, നല്ല അടിപൊളി ഗിഫ്റ്റ്. ഇത് നമ്മുടെ അർജുനും അഞ്ജലിയും ഒരു കിടക്കീഴിൽ ഇതുപോലെ ഭാര്യ ഭർത്തക്കന്മാരായിട്ട് ഒരുമിച്ച് ജീവിക്കണം. നല്ല ഗിഫ്റ്റ്, ഭാര്യ ഭർത്തക്കന്മാർക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് എന്ന് മുത്തശ്ശി പറയാണ്. ശേഷം ദീപ്തിയെടുത്തും നിത്യടുത്തും പറഞ്ഞിട്ട്, നിങ്ങൾ ഈ കൊച്ചിനെ ശല്യപ്പെടുത്താതെ അപ്പുറത്തെങ്ങാനും പോയിരിക്കെ എന്ന് പറയാണ്. നിത്യയും ദീപ്തിയും അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. മുത്തശ്ശി അഞ്ജലി എടുത്ത് പറയണ്ട, മോളെ നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നീ കോടതിയിലെ രാഘവനുണ്ണിനെ മുട്ടുമടക്കി ഇരുത്തിയവളല്ലേ മോളെ? നിന്റെ കോടതിയിലെ വിചാരണയൊക്കെ കാണണമെന്ന് ഈ മുത്തശ്ശിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഇനി ആ വിചാരണയും കുറ്റപ്പെടുത്തലും വാക്കുതർക്കമൊക്കെ സംഭവിക്കാൻ പോണത് എവിടെയാണെന്ന് അറിയാവോ? ഇവിടെ ഈ ശംഖുചക്രത്തില് കോടതിയിലെ പോലെ ഇവിടെ നീ രാഘവനുണ്ണിനെ വരച്ച വരയിൽ നിർത്തണം, മനസ്സിലായോ മോൾക്ക് എന്ന് പറയാണ് അഞ്ജലി. അപ്പൊ അത് കേൾക്കുമ്പോ പതുക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അവിടേക്ക് രമ്യ വരാണ്. അതെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? അഞ്ജലി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഈ ഡ്രസ്സൊക്കെ മാറിയിട്ടതേ ഇതിട്ടോ എന്ന് പറയാണ്. അഞ്ജലി നോക്കുമ്പോ ഒരു വൈറ്റ്, അതായത് കേരള സാരിയും കുറച്ച് ആഭരണങ്ങളൊക്കെ ആട്ടോ. അഞ്ജലി ഇങ്ങനെ നോക്കുമ്പോഴേക്കും രമ്യ ചെറിയമ്മ പറയുന്നുണ്ട്, ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയല്ലേ, കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇതിട്ടിട്ട് വാ എന്ന് പറയുമ്പോൾ അഞ്ജലി അത് വാങ്ങിക്കുന്നില്ല കേട്ടോ. മുത്തശ്ശി അഞ്ജലിയുടെ കൈ പിടിച്ച് നിർബന്ധപൂർവ്വം അത് വാങ്ങിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോള് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി അത് വാങ്ങിച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോകുക കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഇന്ദു അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ദുക്ക് ദേഷ്യം വരും കേട്ടോ. ഇന്ദു വേഗം തന്നെ നന്ദിനിയുടെ അടുത്ത് പോയിട്ട് ഈ കാര്യം പറയാണ്. ഓ എന്റെ നന്ദിനിയെടുത്തി, ഓ നീ എന്നെ പേടിപ്പിച്ച് കളയല്ലേ ഇന്ദു, ആകെ ടെൻഷനായിട്ട് ഇരിക്കാൻ ഞാൻ. ഓ ഏടത്തിങ്ങനെ ടെൻഷനായിട്ടിരുന്നു. അവിടെ രമ്യ ചെറിയമ്മയും മുത്തശ്ശിയും കൂടി ചേർന്നിട്ട് അർജുന്റെ അഞ്ജലിയുടെ ആദ്യരാത്രി നടത്താൻ വേണ്ടി പോവാ. ആദ്യരാത്രിയോ? അതെ, അതിനു വേണ്ടിയുള്ള ഡ്രസ്സും ആഭരണങ്ങളൊക്കെ അവൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഓ എനിക്കൊന്ന് കാണാൻ വയ്യ എന്റെ ഇന്ദു എന്ന് പറയുമ്പോ എനിക്ക് തോന്നണതേ ഇത് ചേച്ചിയും അനിയത്തെയും കൂടെ ഒരു ഗൂഢാലോചനയായിട്ടാ എനിക്ക് തോന്നുന്നത്. ആദ്യം ചേച്ചി കയറി വന്നു, ഇപ്പതേ അനിയത്തിനെയും കയറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് അനുപമ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അനുപമ വേഗം തന്നെ ഇതിനുള്ള മറുപടി ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് സ്ലോ മോഷനിൽ അവിടെ നടന്നു വരുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.